Dear students, welcome to my channel. Homework classന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മൾ നിങ്ങളുടെ ബേസിക് സയൻസിലെ ആദ്യത്തെ ചാപ്റ്റർ ആയ Know the plant world closely എന്നുള്ള പാഠം കംപ്ലീറ്റ് ചെയ്തു. ടോട്ടൽ 4 വീഡിയോസ് നമ്മൾ അതിൽ ചെയ്തിട്ടുണ്ട്. 3 എണ്ണം ക്ലാസ് ആയിട്ടും ഒരു വീഡിയോ അതിൽ വർക്ക്ഷീറ്റ് പോലെയും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ അത് കണ്ടിട്ടില്ലെങ്കിൽ അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഈ ഒരു വീഡിയോ നിങ്ങൾ അതിൽ നിന്നും പഠിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് പറയും, അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ആൻസറും പറയും. അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻ പറയുമ്പോഴും നിങ്ങൾ എന്തായിരിക്കും ആൻസർ എന്നുള്ളത് ഒന്ന് മനസ്സിൽ ആലോചിക്കുക. ഓക്കെ, എന്നിട്ട് നമുക്ക് ഒരുമിച്ച് ഡിസ്കസ് ചെയ്ത് പോവാം. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. നെയിം പാർട്സ് ഓഫ് പ്ലാന്റ്സ് യൂസ് ആസ് ഫുഡ്. ഭക്ഷണമായിട്ട് ഉപയോഗിക്കുന്ന ചെടികളുടെ ഭാഗങ്ങൾ ഏതൊക്കെയാണ്? ഇതായിരുന്നു നിങ്ങൾ ആദ്യം ആ ചാപ്റ്ററിൽ പഠിച്ചത് അല്ലേ? അപ്പോൾ ഏതൊക്കെയാണ്? സ്റ്റെമ്മ്, ഫ്രൂട്ട്, റൂട്ട്, ലീഫ് അല്ലേ? സ്റ്റെം അല്ലെങ്കിൽ തണ്ട്, ഫ്രൂട്ട് പഴവർഗ്ഗങ്ങൾ, പിന്നെ വേര്, ഇല, ഈ ഭാഗങ്ങളെല്ലാം നമ്മൾ ഭക്ഷണമായിട്ട് ഉപയോഗിക്കുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ആർ ദ ഇമ്പോർട്ടൻറ്റ് സ്പൈസസ്. പ്രധാനപ്പെട്ട സ്പൈസസ് ഏതൊക്കെയാണ്? സുഗന്ധ വ്യഞ്ജനങ്ങൾ അല്ലേ? ഏതൊക്കെയായിരുന്നു? പെപ്പർ, ക്ലൗസ്, ടർമറിക്, ജിഞ്ചർ, കാർഡമം, ഇതൊക്കെ പ്രധാനപ്പെട്ട സ്പൈസസ് ആണ്, അല്ലെങ്കിൽ സുഗന്ധ വ്യഞ്ജനങ്ങളാണ്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ യൂസസ് ഓഫ് സ്പൈസസ്. എന്തൊക്കെയാണ് സുഗന്ധ വ്യഞ്ജനങ്ങളുടെ ഉപയോഗങ്ങൾ? ആൻസർ എന്താണ്? സ്പൈസസ് യൂസ് ഇൻ ഫുഡ് ഫോർ സ്മെൽ ആൻഡ് ടു പ്രിസർവ് ഫോർ ലോങ് ടൈം. ഇറ്റ് ഓൾസോ യൂസിങ് ആസ് മെഡിസിൻ. എന്തിനൊക്കെ ഉപയോഗിക്കുന്നത്? ഫുഡിൽ ഉപയോഗിക്കുന്നുണ്ട് അല്ലേ? സ്മെല്ലിന് വേണ്ടിയിട്ടും കൂടുതൽ കാലം സൂക്ഷിക്കുന്നതിന് വേണ്ടിയൊക്കെ ഫുഡിൽ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മെഡിസിനായിട്ടും ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ഫോട്ടോസിന്തസിസ്. എന്താണ് പ്രകാശ സംശ്ലേഷണം? ഫോട്ടോസിന്തസിസ് ഈസ് ദ പ്രോസസ് ഇൻ വിച്ച് ഗ്രീൻ പ്ലാന്റ്സ് യൂസ് സൺലൈറ്റ് ടു മേക്ക് ദെയർ ഓൺ ഫുഡ് ഇൻ ലീവ്സ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ക്ലോറോഫിൽ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ്. എന്താണ് ഫോട്ടോസിന്തസിസ്? ഗ്രീൻ പ്ലാന്റ്സ്, ഹരിതസസ്യങ്ങൾ സൺലൈറ്റിൻ്റെ, സൂര്യപ്രകാശത്തിൻ്റെ സഹായത്തോടെ അവരുടെ ഇലകളിൽ വെച്ച് ആഹാരം പാകം ചെയ്യുന്നു. എന്തിൻ്റെ എല്ലാം ഹെൽപ്പുണ്ട്? ക്ലോറോഫില്ലും കാർബൺ ഡൈ ഓക്സൈഡും അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ് നീഡഡ് ഫോർ ഫോട്ടോസിന്തസിസ്. ഫോട്ടോസിന്തസിസിന് ആവശ്യമായിട്ടുള്ള ഘടകങ്ങൾ എന്തൊക്കെയാണ്? സൺലൈറ്റ്, സൂര്യപ്രകാശം, ക്ലോറോഫിൽ, കാർബൺ ഡൈ ഓക്സൈഡ്, വാട്ടർ, മിനറൽസ്. ഇത്രയും കാര്യങ്ങളല്ലേ ഫോട്ടോസിന്തസിസ് നടക്കാൻ വേണ്ടി ആവശ്യമുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ പ്രോഡക്ട്സ് ഓഫ് ഫോട്ടോസിന്തസിസ്. ഫോട്ടോസിന്തസിസ് നടന്നു കഴിയുമ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ലഭിക്കുന്നത്? ഗ്ലൂക്കോസ് ആൻഡ് ഓക്സിജൻ അല്ലേ? നിങ്ങൾ പഠിച്ചില്ലേ? ഗ്ലൂക്കോസും ഓക്സിജനുമാണ് ഫോട്ടോസിന്തസിസിൻ്റെ പ്രോഡക്റ്റായിട്ട് നമുക്ക് കിട്ടുന്നത്. വാട്ട് ഈസ് മെൻ ബൈ സ്റ്റൊമാറ്റ. എന്താണ് സ്റ്റൊമാറ്റ? പ്ലാന്റ്സ് അബ്സോർബ് കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് റിലീസ് ഓക്സിജൻ ഡ്യൂറിങ് ഫോട്ടോസിന്തസിസ്. ഫോട്ടോസിന്തസിസ് നടക്കുമ്പോൾ പ്ലാന്റ്സ് കാർബൺ ഡൈ ഓക്സൈഡിനെ അബ്സോർബ് ചെയ്തിട്ട് ഓക്സിജനെ പുറത്തേക്ക് വിടുന്നു. ദിസ് ഗ്യാഷ്യസ് എക്സ്ചേഞ്ച് ടേക്ക് പ്ലേസ് ത്രൂ സ്മാൾ പോസ് ഇൻ ദ ലീവ്സ്. ഇത് നടക്കുന്നത് ഇലകളിലെ ചെറിയ സുഷിരങ്ങളിലൂടെയാണ്. ദീസ് പോസ് ആർ കോൾഡ് സ്റ്റൊമാറ്റ. ഈ സുഷിരങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്റ്റൊമാറ്റ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ആൻ അനദർ ഫങ്ഷൻ ഓഫ് സ്റ്റൊമാറ്റ. സ്റ്റൊമാറ്റയുടെ വേറൊരു ധർമ്മം എന്താണ്? ദേ ഓൾസോ റിലീസ് വാട്ടർ ഫ്രം പ്ലാന്റ്സ് ടു ദ അറ്റ്മോസ്ഫിയർ. ചെടികളിൽ നിന്നും കൂടുതലായിട്ട് വരുന്ന ജലാംശം അന്തരീക്ഷത്തിലേക്ക് വിടുന്നത് ഈ സ്റ്റൊമാറ്റയുടെ ഒരു ഫങ്ഷനാണ്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ക്ലോറോഫിൽ. എന്താണ് ക്ലോറോഫിൽ? ദ ഗ്രീൻ കളേർഡ് പിഗ്മെൻറ്റ് സീൻ ഇൻ പ്ലാന്റ്സ് ഈസ് ക്ലോറോഫിൽ. ചെടികളിൽ കാണപ്പെടുന്ന പച്ച നിറത്തിലുള്ള പിഗ്മെൻറ്റ്, അതിനെയാണ് ക്ലോറോഫിൽ എന്ന് പറയുന്നത്. ഇറ്റ് അബ്സോർബ് ദ സൺലൈറ്റ് നീഡഡ് ഫോർ ഫോട്ടോസിന്തസിസ്. ഫോട്ടോസിന്തസിസിന് ആവശ്യമായ സൺലൈറ്റ് ആഗിരണം ചെയ്യുന്നത് ക്ലോറോഫിലാണ്. ഇറ്റ് ഈസ് പ്രസൻറ്റ് മോർ ഇൻ ദ ലീവ്സ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് പിഗ്മെൻറ്റ്സ്. എന്താണ് പിഗ്മെൻറ്റ്സിൻ്റെ ഫങ്ഷൻസ്? ഓക്കെ, പിഗ്മെൻറ്റ്സ് ഗീവ് കളർ ടു ലീവ്സ്, സ്റ്റെം, ഫ്ലവേഴ്സ് ആൻഡ് ഫ്രൂട്ട്സ്. ഇലകൾക്കും ചെടികളുടെ തണ്ടുകൾക്കും പൂക്കൾക്കും പഴങ്ങൾക്കും കളർ കൊടുക്കുന്നത് ഈ പിഗ്മെൻറ്റ്സ് ആണ്, വർണ്ണങ്ങൾ. ഓക്കെ, വിച്ച് ആർ ദ അതർ പിഗ്മെൻറ്റ്സ് പ്രസൻറ്റ് ഇൻ പ്ലാന്റ്സ്. പ്ലാന്റ്സിൽ പ്രസൻ്റ് ആയിട്ടുള്ള മറ്റ് പിഗ്മെൻറ്റ്സ് ഏതൊക്കെയാണ്? ക്ലോറോഫിൽ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞല്ലേ? ക്ലോറോഫിൽ കൂടാതെ വരുന്ന പിഗ്മെൻറ്റ്സ് ഏതൊക്കെയാണ്? വേറെ 3 എണ്ണം കൂടെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. സാന്തോഫിൽ എന്ന് പറയുന്ന ഒരു പിഗ്മെൻറ്റ്, അടുത്തത് കരോട്ടിൻ, അടുത്തത് ആന്തോസയാനിൻ അല്ലേ? സാന്തോഫിൽ ഇറ്റ് ഗീവ്സ് യെല്ലോ കളർ ടു ലീവ്സ്. ഇലകൾക്ക് മഞ്ഞ നിറം നൽകുന്നു. കരോട്ടിനോ ഇറ്റ് ഗീവ്സ് യെല്ലോയിഷ് ഓറഞ്ച് കളർ, മഞ്ഞ കലർന്ന ഓറഞ്ച് നിറം. ആന്തോസയാനിൻ ഗീവ്സ് റെഡ് കളർ ടു ദ
പ്ലാന്റ് അല്ലേ. ആന്തോസയാനിൻ റെഡ് കളറാണ് നൽകുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ ഫോട്ടോസിന്തസിസ് ആൻഡ് റെസ്പിറേഷൻ ആർ റിലേറ്റഡ്. എങ്ങനെയാണ് ഫോട്ടോസിന്തസിസും റെസ്പിറേഷനും റിലേറ്റ് ചെയ്തിരിക്കുന്നത്? When green plants carry out photosynthesis during daytime, carbon dioxide is absorbed and oxygen is released. അല്ലേ, പ്ലാന്റ്സ് ഫോട്ടോസിന്തസിസ് ചെയ്യുന്ന സമയത്ത് കാർബൺ ഡൈ ഓക്സൈഡിനെ ഉള്ളിലേക്ക് എടുത്ത് ഓക്സിജനെ പുറത്തേക്ക് വിടുന്നു. ഓൾ ഓർഗാനിസംസ് ഇൻക്ലൂഡിംഗ് പ്ലാന്റ്സ് റെസ്പയർ ഡേ ആൻഡ് നൈറ്റ്. എല്ലാ ജീവജാലങ്ങളും പകലും രാത്രിയും ഒരുപോലെ തന്നെ ശ്വസിക്കുന്നുണ്ട്. ഓക്സിജൻ ഈസ് ടേക്കൺ ഇൻ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് ഗിവൺ ഔട്ട് അറ്റ് ദാറ്റ് ടൈം. ആ സമയത്ത് ഓക്സിജൻ ഉള്ളിലേക്ക് എടുത്തിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് വിടുന്നു. അപ്പോൾ എങ്ങനെയാണ് ഫോട്ടോസിന്തസിസിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന ഓക്സിജനാണ് ജീവികൾ ശ്വസിക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. അവർ പുറത്തു വിടുന്ന കാർബൺ ഡൈ ഓക്സൈഡ് ഫോട്ടോസിന്തസിസിന് വേണ്ടി ഉപയോഗിക്കുന്നു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഈസ് ഫോട്ടോസിന്തസിസ് പോസിബിൾ അറ്റ് നൈറ്റ്? വൈ? രാത്രിയിൽ ഫോട്ടോസിന്തസിസ് നടക്കുമോ, എന്തുകൊണ്ടാണെന്ന് പറയണം. സൺലൈറ്റ് ഈസ് ആബ്സെൻറ്റ് ഡ്യൂറിങ് നൈറ്റ്. രാത്രിയിൽ സൺലൈറ്റ് ഇല്ല. സോ ഫോട്ടോസിന്തസിസ് ഈസ് നോട്ട് ടേക്ക് പ്ലേസ്. രാത്രിയിൽ ഫോട്ടോസിന്തസിസ് നടക്കില്ല. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് മെൻ ബൈ എപ്പിഫൈറ്റ്സ്? എന്താണ് എപ്പിഫൈറ്റ്സ് എന്ന് പറഞ്ഞാൽ? പ്ലാന്റ്സ് വിച്ച് ഡിപ്പെൻഡ് അതർ പ്ലാന്റ്സ് ഫോർ ഷെൽട്ടർ ആൻഡ് പ്രിപ്പയർ ദെയർ ഓൺ ഫുഡ് ആർ കോൾഡ് എപ്പിഫൈറ്റ്സ്. അതായത് ഒരു ആശ്രയത്തിന് അല്ലെങ്കിൽ സപ്പോർട്ടിന് വേണ്ടി മറ്റ് പ്ലാന്റ്സിനെ ഡിപ്പെൻഡ് ചെയ്യുകയും സ്വന്തമായി ആഹാരം പാകം ചെയ്യുകയും ചെയ്യുന്ന സസ്യങ്ങളെ നമ്മൾ എപ്പിഫൈറ്റ്സ് എന്ന് പറയുന്നു. എക്സാമ്പിളായിട്ട് വാൻഡ അല്ലെങ്കിൽ മരവാഴ. അടുത്ത ക്വസ്റ്റ്യൻ, വിൽ ദ പ്രസൻസ് ഓഫ് എപ്പിഫൈറ്റ്സ് അഫക്റ്റ് ഹോസ്റ്റ് പ്ലാന്റ്സ് അഡ്വേഴ്സ്ലി? എപ്പിഫൈറ്റ്സിൻ്റെ സാന്നിധ്യം അവയുടെ ആതിഥേയ സസ്യത്തിന് എന്തെങ്കിലും ദോഷമുണ്ടാക്കുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. നമ്മൾ പഠിച്ചിരുന്നു ഇല്ല അല്ലേ, കാരണം അവ ഷെൽട്ടറിന് വേണ്ടി മാത്രമാണ് ആ പ്ലാന്റ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ ഡിഫറൻസസ് ബിറ്റ്വീൻ സെമി പാരസൈറ്റ്സ് ആൻഡ് ടോട്ടൽ പാരസൈറ്റ്സ്? അർദ്ധപരാതങ്ങളും പൂർണ്ണപരാതങ്ങളും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്? രണ്ട് തരത്തിലുള്ള പാരസൈറ്റ്സ് ഉണ്ടെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. പ്ലാന്റ്സ് ദാറ്റ് അബ്സോർബ് വാട്ടർ ആൻഡ് മിനറൽസ് ഫ്രം ദ ഹോസ്റ്റ് പ്ലാന്റ് ആൻഡ് പ്രിപ്പയർ ദെയർ ഓൺ ഫുഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദെയർ ലീവ്സ് ആർ നോൺ ആസ് സെമി പാരസൈറ്റ്സ്. അതായത് ആതിഥേയ സസ്യത്തിൽ നിന്നും ജലവും ലവണങ്ങളും വലിച്ചെടുത്ത് സ്വന്തമായി ആഹാരം നിർമ്മിക്കുന്നു. അവയെ നമ്മൾ സെമി പാരസൈറ്റ്സ് എന്ന് പറയുന്നു. എക്സാമ്പിൾ ലൊറാന്തസ്. ഇനി എന്താണ് ടോട്ടൽ പാരസൈറ്റ്സ്? പ്ലാന്റ്സ് ദാറ്റ് അബ്സോർബ് ഫുഡ് ഡയറക്ട്ലി ഫ്രം ദ ഹോസ്റ്റ് പ്ലാന്റ്സ് ആർ ടോട്ടൽ പാരസൈറ്റ്സ്. അവ ജീവിക്കുന്ന സസ്യങ്ങളിൽ നിന്ന് നേരിട്ട് ആഹാരം വലിച്ചെടുക്കുന്നവയെ നമ്മൾ ടോട്ടൽ പാരസൈറ്റ്സ് അല്ലെങ്കിൽ പൂർണ്ണപരാതങ്ങൾ എന്ന് പറയുന്നു. എക്സാമ്പിൾ കസ്കറ്റ. അപ്പോൾ ഡിഫറൻസ് മനസ്സിലായല്ലോ അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ, റെഫ്ലേഷ്യ ഈസ് ആൻ എക്സാമ്പിൾ ഫോർ ഡാഷ്. റെഫ്ലേഷ്യ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, ഏറ്റവും വലിയ പൂവ് അല്ലേ, ഏറ്റവും വലിയ ഫ്ലവർ. അത് എന്തിനുള്ള എക്സാമ്പിൾ ആയിരുന്നു? പാരസൈറ്റിക് പ്ലാന്റ്സിനുള്ള എക്സാമ്പിളാണ് റെഫ്ലേഷ്യ. അടുത്തത്, വാട്ട് ഈസ് സാപ്രോഫൈറ്റ്സ്? എന്താണ് സാപ്രോഫൈറ്റ്സ്? പ്ലാന്റ്സ് ഗ്രോ അബ്സോർബിംഗ് ന്യൂട്രിയൻസ് ഫ്രം ഡീകമ്പോസ്ഡ് മാറ്റർ ആർ നോൺ ആസ് സാപ്രോഫൈറ്റ്സ്. ജീർണ വസ്തുക്കളിൽ നിന്നുള്ള പോഷകങ്ങൾ വലിച്ചെടുത്ത് ജീവിക്കുന്ന സസ്യങ്ങളെ നമ്മൾ എന്ത് പറയും? സാപ്രോഫൈറ്റ്സ് എന്ന് പറയും. എക്സാമ്പിൾ മഷ്റൂം, മോണോട്രോപ്പ, ഇതൊക്കെ എക്സാമ്പിൾസ് ആണ്. കൂണ് അല്ലേ, നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു കൂണ് വളരുന്നത് എവിടെയാണെന്ന്. അപ്പം സാപ്രോഫൈറ്റ്സ് എന്താണെന്ന് മനസ്സിലായി. അടുത്തത്, ദ സ്പ്രിംഗ് ലൈക്ക് പാർട്സ് ഇൻ പ്ലാന്റ്സ് കോൾഡ് ഡാഷ്. ചെടികളിൽ കാണപ്പെടുന്ന സ്പ്രിംഗ് ആകൃതിയിലുള്ള ഭാഗം, അതിനെ നമ്മൾ എന്താണ് പറയുന്നത്? ഡെൻഡ്രിൽസ് അല്ലേ. ഈ ഡെൻഡ്രിൽസ് എന്തിനായി ഉപയോഗിച്ചുകൊണ്ടിരുന്നത്? മറ്റുള്ള ചെടികളിൽ ചുറ്റിപ്പിടിച്ച് വളരാനായിട്ട്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ സ്പെഷ്യാലിറ്റീസ് ഓഫ് ക്ലൈംബേഴ്സ്? ക്ലൈംബേഴ്സിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ക്ലൈംബേഴ്സ് ആർ വീക്ക് സ്റ്റെംഡ് പ്ലാന്റ്സ് അല്ലേ, നമ്മൾ പഠിച്ചതാണ്. വീക്കായിട്ടുള്ള സ്റ്റെമ്മുള്ള പ്ലാന്റ്സ് ആണ് ക്ലൈംബേഴ്സ്. ദേ ക്ലൈംബ് ഓൺ അതർ പ്ലാന്റ്സ് വിത്ത് ദ സപ്പോർട്ട് ഓഫ് സ്പ്രിംഗ് ലൈക്ക് പാർട്സ് കോൾഡ് ഡെൻഡ്രിൽസ്. ഡെൻഡ്രിൽസിൻ്റെ സഹായത്തോടെ അവ മറ്റുള്ള ചെടികളിൽ പറ്റിപ്പിടിച്ച് വളരുന്നു. സം പ്ലാന്റ്സ് ഹാവ് ക്ലിഞ്ചിങ് റൂട്ട്സ് ഫോർ ദിസ് പർപ്പസ്. ചില ചെടികൾക്ക് ചെറിയ വേരുകളുണ്ട് ഈ ഒരു സപ്പോർട്ടിന് വേണ്ടിയിട്ട് അല്ലേ. അപ്പോൾ ഇതിന് എക്സാമ്പിൾസ് പെപ്പർ കുരുമുളക്, ബിറ്റർ ഗോഡ് അല്ലെങ്കിൽ കൈപ്പങ്ങ, അതുപോലെ തന്നെ സ്നേക്ക് ഗോഡ് അല്ലെങ്കിൽ പടവലം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിന് എക്സാമ്പിൾസ്. അപ്പം എന്താണ് ക്ലൈംബേഴ്സ് എന്ന് നിങ്ങൾക്ക് അറിയാം. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ക്രീപ്പേഴ്സ്? എന്താണ് ക്രീപ്പേഴ്സ്? വീക്ക് സ്റ്റെംഡ് പ്ലാന്റ്സ്. ഇതുപോലെ തന്നെ വീക്ക് സ്റ്റെംഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ്. ദാറ്റ് ഗ്രോ ക്രീപ്പിംഗ് ഓൺ ദ ഗ്രൗണ്ട് ആർ കോൾഡ് ക്രീപ്പേഴ്സ്. അവ എന്ത് ചെയ്യുന്നു? മണ്ണിൽ പടർന്ന് വളർന്ന് ആണ് വളരുന്നത് അല്ലേ. ദീസ് പ്ലാന്റ്സ് ഡു നോട്ട് പൊസസ് ഡെൻഡ്രിൽസ് ഓർ ക്ലിഞ്ചിങ് റൂട്ട്സ്. ഇവയ്ക്ക് ഡെൻഡ്രിൽസും ഇല്ല, ക്ലിഞ്ചിങ് റൂട്ട്സും ഇല്ല. അടുത്ത ക്വസ്റ്റ്യൻ, റൈറ്റ് എക്സാമ്പിൾസ് ഫോർ ക്രീപ്പേഴ്സ്. ക്രീപ്പേഴ്സിന് എക്സാമ്പിൾ എഴുതുക. സ്വീറ്റ് പൊട്ടറ്റോ, ഹൈഡ്രോകോട്ടൈൽ, സ്ട്രോബെറി.
അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ പ്രോപ്പ് റൂട്ട്സ് ആൻഡ് സ്റ്റിൽറ്റ് റൂട്ട്സ്? രണ്ട് തരത്തിലുള്ള റൂട്ടുകളെ പറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? റൂട്ട്സ് സീൻ ഇൻ ദ ബനിയൻ ട്രീ ആർ പ്രോപ്പ് റൂട്ട്സ്. ബനിയൻ ട്രീയിൽ കാണപ്പെടുന്ന റൂട്ടാണ് പ്രോപ്പ് റൂട്ട്. അതിൻ്റെ പ്രത്യേകത എന്താ? ദീസ് റൂട്ട്സ് ഗ്രോ ഡൗൺവേർഡ് ഫ്രം ഏരിയൽ ബ്രാഞ്ചസ് അല്ലേ? അതായത് ശിഖരങ്ങളിൽ നിന്നും താഴേക്ക് വളരുകയാണ് ഈ റൂട്ടുകൾ ചെയ്യുന്നത്. ബട്ട് റൂട്ട്സ് ഇൻ സ്ക്രൂ പൈൻ ഈസ് ഫ്രം ദ സ്റ്റെം ദാറ്റ് ഗ്രോ ഡൗൺവേർഡ്സ്. പക്ഷേ വേറൊരു തരം റൂട്ടും കൂടെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, അതാണ് സ്റ്റിൽറ്റ് റൂട്ട് അല്ലേ? അത് സ്ക്രൂ പൈനിൽ കാണപ്പെടുന്നതാണ്. നമ്മൾ കണ്ടിട്ടുള്ളത് കൈത അല്ലേ? കൈതയുടെ സ്റ്റെമ്മിൽ നിന്നാണ് അത് താഴേക്ക് വളരുന്നത്. അതിനെ നമ്മൾ സ്റ്റിൽറ്റ് റൂട്ട്സ് എന്ന് പറയും. അപ്പോൾ പ്രോപ്പ് റൂട്ട്സ് ബനിയൻ ട്രീയിൽ കാണപ്പെടുന്നു, സ്റ്റിൽറ്റ് റൂട്ട്സ് സ്ക്രൂ പൈനിൽ കാണപ്പെടുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ സ്പെഷ്യാലിറ്റി ഓഫ് മാംഗ്രൂവ്സ്? മാംഗ്രൂവ്സിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണ്? മാംഗ്രൂവ്സ് ആർ സ്പെഷ്യൽ കൈൻഡ് ഓഫ് പ്ലാന്റ്സ് ഗ്രോവിങ് ഇൻ മാർഷി ഏരിയാസ്. ചതുപ്പ് നിലങ്ങളിൽ വളരുന്ന ഒരു പ്രത്യേക തരം ചെടികളാണ് മാംഗ്രൂവ്സ് അല്ലെങ്കിൽ കണ്ടൽക്കാടുകൾ. ദ ടിപ്പ് ഓഫ് ദെയർ റൂട്ട്സ് ഗ്രോ ടുവാർഡ്സ് ദ അറ്റ്മോസ്ഫിയർ. അവയുടെ വേരുകളുടെ അറ്റം അന്തരീക്ഷത്തിലേക്ക് വളരുന്നു. ദീസ് റൂട്ട്സ് ദാറ്റ് ഹെൽപ്പ് ഇൻ ഗ്യാഷ്യസ് എക്സ്ചേഞ്ച് ആർ കോൾഡ് ന്യൂമാറ്റോഫോഴ്സ്. അതായത് ഗ്യാഷ്യസ് എക്സ്ചേഞ്ചിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഇത്തരത്തിലുള്ള വേരുകളെ നമ്മൾ ന്യൂമാറ്റോഫോഴ്സ് എന്നാണ് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, റൈറ്റ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സ്റ്റോറേജ് റൂട്ട് ആൻഡ് അണ്ടർഗ്രൗണ്ട് സ്റ്റെം. നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? എന്താണ് സ്റ്റോറേജ് റൂട്ട്, എന്താണ് അണ്ടർഗ്രൗണ്ട് സ്റ്റെം എന്ന് പറയുന്നത്? റൂട്ട് ദാറ്റ് സ്റ്റോർ ഫുഡ് ഇൻ ദിസ് വേ ആർ കോൾഡ് സ്റ്റോറേജ് റൂട്ട്സ്. അതായത് വേരുകളിൽ ആഹാരം സൂക്ഷിക്കുന്ന പ്ലാന്റ്സ്, ആ ഒരു റൂട്ട്സിനെ നമ്മൾ എന്ത് പറയും? സ്റ്റോറേജ് റൂട്ട് എന്ന് പറയും. ഇനി സ്റ്റെമ്മിലാണ് ആഹാരം സംഭരിക്കുന്നതെന്നുണ്ടെങ്കിൽ അതിനെ മോഡിഫൈഡ് സ്റ്റെംസ് അല്ലെങ്കിൽ അണ്ടർഗ്രൗണ്ട് സ്റ്റെം എന്ന് പറയും. അപ്പം മോഡിഫൈഡ് സ്റ്റെംസ് യൂസ്ഡ് ഫോർ സ്റ്റോറിംഗ് ഫുഡ് ആർ കോൾഡ് അണ്ടർഗ്രൗണ്ട് സ്റ്റെം. റൈറ്റ് എക്സാമ്പിൾസ് ഫോർ സ്റ്റോറേജ് റൂട്ട് ആൻഡ് അണ്ടർഗ്രൗണ്ട് സ്റ്റെം. നിങ്ങളൊരു ടേബിളൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു അല്ലേ? സ്റ്റോറേജ് റൂട്ടിന് എക്സാമ്പിളാണ് ക്യാരറ്റ്, ബീട്രൂട്ട്, ടാപ്പിയോക്ക. അണ്ടർഗ്രൗണ്ട് സ്റ്റെമ്മിന് എക്സാമ്പിൾ ജിഞ്ചർ, ടർമറിക്, ചൈനീസ് പൊട്ടറ്റോ. അപ്പം ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ആ ചാപ്റ്ററിൽ നിന്നുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, നിങ്ങൾ പഠിക്കേണ്ട പോയിന്റ്സ്. അപ്പോൾ നിങ്ങൾ ഈ കാര്യങ്ങളെല്ലാം നന്നായിട്ട് പഠിക്കുക. ഇതിന് മുൻപുള്ള വിശദമായിട്ടുള്ള ക്ലാസ്സുകൾ നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ പഴയ വീഡിയോകൾ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതുപോലെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഞാനിടുന്ന ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.